രാജാവായി വാഴാൻ കൊതിയുള്ളൊരു ചങ്കുകൾ ഇവിടെ ഇവിടെ അടുപ്പകെട്ട് ചിരിക്കാൻ മടിയില്ല സഹസേവകരിവരെ ഡെലിവറി ഡേ കൊടുക്കാൻ പെരുവഴിയിലെ വെയിലും കിടക്കും മടുക്കും ശനിദശ ചെയ്തു ഇതല്ല കുറച്ച് ഡിസ്കോ ലൈറ്റ്സ് കൂടി സെറ്റ് ചെയ്ത് തരട്ടെ. അയ്യോ എന്താ നിർത്തിയേ? ഞങ്ങളൊരു താളത്തിന് സോർട്ട് ചെയ്യായിരുന്നു. അതെ, നിന്റെയൊക്കെ താളത്തിന് തുള്ളാനുള്ള ഞാനവിടെ ഉള്ളത്. എടാ ഫീൽഡിൽ ഇറങ്ങുമ്പോഴൊക്കെ നിൽക്കും മടിയാ. ഓഫീസിൽ വരുമ്പോഴേലും കുറച്ച് ആത്മാർത്ഥത അഭിനയിക്കും. സാറേ ഒരുത്തനെന്തേ കൊണ്ടോ വിനീത് കൊണ്ടുപോയാണ് സാർ. എപ്പെത്തും? എടാ നിങ്ങളെല്ലാരും കൂടി ഇത് പൂട്ടി കെട്ടിക്കോ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണതാ. ഇവിടെ ഒരുത്തൻ ഇവിടെ നേരത്തിന് എത്തൂല. ശമ്പളം മേടിക്കാനായിട്ട് എല്ലാവർക്കും കറക്റ്റ് ഇൻട്രസ്റ്റ്. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ മര്യാദയ്ക്ക് നിൽക്കണേന്റെ പ്രശ്നം ഇനി ഞാൻ കണ്ടു. നീ എന്തു പോയി കുലുക്കി കൊണ്ടിരിക്കണേ? ഇതെന്താ തേങ്ങയാ? അവിടെ വെച്ചേ പോയി പണിയെടുക്ക് പോ. ഞാൻ അവൻ പറഞ്ഞവരോ അവന്റെ പണിയൊക്കെ ഞാൻ എടുക്കണം. എന്ത് വിദ്യയാണ് ഞാൻ ആലോചിക്കണം. ഗുഡ് മോർണിംഗ് സർ. ശരി. അലാറം അടിച്ചില്ല, ട്രാഫിക് ബ്ലോക്ക്, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഇതല്ലാതെ വേറെ പുതിയ വല്ല കാരണങ്ങളുണ്ടോ? എൻ്റെ രതീഷേട്ടാ സാറേ, സാറ് പറഞ്ഞ ചേട്ടാ തോന്നും ഞാൻ എല്ലാ ദിവസവും ലേറ്റ് ആയിട്ട് വരണമെന്ന്. എടാ നീ എല്ലാ ദിവസവും ഇതൊന്ന് പിടിച്ചേ. നീ എല്ലാ ദിവസവും ലേറ്റ് ആവണുണ്ടോ അതോ വല്ലപ്പോഴും ലേറ്റ് ആവണുണ്ടോ എന്നുള്ളത് കസ്റ്റമേഴ്സിനെ അറിയേണ്ട കാര്യമില്ല. കൃത്യനിഷ്ഠ അതാണ് ഒരു ഡെലിവറി ബോയ്ക്ക് വേണ്ട ഫസ്റ്റ് സാധനം. പ്രോഡക്റ്റ് അല്ലേ? എന്ത്? അല്ല, ഒരു ഡെലിവറി ബോയ്ക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഡെലിവറി ചെയ്യാനുള്ള പ്രോഡക്റ്റ് അല്ലേ? മോനട്ടെ എൻ്റെ മോനെ, ഇമാര് ഊള കോമഡി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ വലിച്ചീരി ഒട്ടിക്കും കേട്ടാ. പോയി പണിയെടുത്തു. അപ്പൊ വിനീതേ സാർ എന്ത് പറയാൻ, പോയി പണിയെടുക്കടാ. ഓക്കെ സാർ. എന്തിനാണ് രാവിലെ തന്നെ അവിടെ വായി നേക്കണം? അയാൾക്കുള്ള ഞാൻ വൈകിട്ട് എടുത്തോളാം. രാവിലെ എണീറ്റ് വരുമ്പോൾ കൂടുതലാണ് വിളിക്കരുത്. ഞാൻ രാവിലെ വിളിച്ചപ്പോ അലാറം അടിച്ചില്ല. അല്ലാറല്ലേ? അല്ലാറം അടിച്ചടാ. എടിപിടി ഇത് തിടുക്കം ഉടുവഴിയിലെ പറക്കും നാടോടന നടുവിൽ അടപടലം ഗതിയോടും മിടുക്കൻ ഇടതടവതുമില്ല ഇടം വലവും കടവും തൊല്ല ജലപാനവും ഇടയിൽ ഇടിമിന്നൽ ഇനി മിന്നും പോലെ. ഗേൾ ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് ആണ്. ശരിയല്ല, അത് ക്യാഷ് ഓൺ ഡെലിവറി ആണ്. ശരിക്കും ഇത് എൻ്റെ ഏരിയൊന്നല്ല. മാഡം പിന്നെ എന്റെ സ്ഥിരം കസ്റ്റമറിന്റെ പേരിൽ എന്റെ ഒരു സ്പെഷ്യൽ കൺസേൺ ചെയ്യാൻ വന്നാണ്. അതെ, എന്നെ മാഡം എന്ന് വിളിക്കണ്ട കേട്ടോ, ട്രീസാന്ന് വിളിച്ചാൽ മതി. രാജാവായി വാഴാൻ കൊതിയുള്ളൊരു ചങ്കുകൾ ഇവിടെ ഡെലിവറി ഡേ കൊടുക്കാൻ പെരുവഴിയിലെ വെയിലിലും കിടക്കും മടുക്കും കരകയറണ കാലം കലികാലം. ഹലോ എടി, നീ വാങ്ങിച്ച ഗിഫ്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി ആണോ? എന്റെ കാശില്ല. ഞാൻ വാങ്ങിക്കൂലടി കോപ്പേ. നീ ഒരു മണി നിന്റെ അപ്പന്റെ സ്വഭാവം കാണിക്കരുത്. ഞാൻ പറയൂടി ഉടായിപ്പേ. അല്ല താനെന്തിനെ വിളിക്കണത്? ഈ പാർസൽ വാങ്ങിച്ചില്ലേ കാശ് തരണ്ടല്ലോ. ഇന്ന് എനിക്ക് വേണ്ട. ഇന്ന് നീ മറക്കാൻ പറ്റാത്തൊരു ദിവസം. അതെന്താ? എനിക്കൊരു റിലേഷൻ ഉണ്ടായി. കാണാൻ ഡ്രസ് പോലെ ഇരിക്കുന്നു. 2 വർഷം മുമ്പ് അവൾ പോയി. ഈ ദിവസം അയ്യോ, എന്തു പറ്റി? ആക്സിഡന്റ് ആയിരുന്നു. ഹൈവേയുടെ സൈഡിൽ ഐസ്ക്രീം കടയുന്നു. എനിക്ക് ഒരാൾ ഐസ്ക്രീം വാങ്ങിയിട്ട് തിരിച്ച് റോഡ് ക്രോസ് ചെയ്യായിരുന്നു. സ്പോട്ട് ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് എടുത്തോട്ടെ. പണിയെടുക്കാനും സമ്മതിക്കൂല. ഹലോ സാർ. സാർ ഞാൻ ഈ ജംഗ്ഷനിലെത്തി സാർ. 15 രൂപ സാർ. ഇപ്പം ഓക്കെ സാർ. എന്നിട്ടില്ലേ അതെ, ഞാൻ എന്നാ പോവാ. ഇവിടെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല. പോയാ
കളിയാ എവിടാ എന്തായി? എൻ്റെ തീരാറായി. എന്തെന്തായി? ആ എൻ്റെ ഇപ്പം തീരും. പക്ഷെ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. അത് വരാനാ വിളിച്ചേ. ഓ എന്താ കാര്യം? ഏതാ പെണ്ണെന്നൊക്കെ ഞാൻ പ്രത്യേകം ചോദിക്കേണ്ടി വരും. എടാ നിനക്ക് നാണോ ഇല്ലേ ഈ അറ്റ്ലിയുടെ കഥ അടിച്ചു മാറ്റി ജീവിക്കാൻ? ഈ പെൺകുട്ടികൾ എന്നെ വിളിയോട് വിളിയ. കോഫി കുടിക്കാം, സിനിമക്ക് പോവാം. ഇന്ന് തന്നെ 3 ലേഡീസ് ഹോസ്റ്റൽ ഡെലിവറി. അതിൽ 2 പിള്ളേർ ഇപ്പം തന്നെ ഇൻസ്റ്റ മെസ്സേജ് ആയിട്ട് തുടങ്ങി. മോനെ മതി മതി, എനിക്കിതിലൊന്നും യാതൊരു ഫീലിങ്സും തോന്നുന്നില്ല. നിനക്ക് പിന്നെ ഫീൽ ചെയ്യണമെങ്കിൽ ഇതിന്റെ കോൺസെപ്റ്റിലുള്ള പെണ്ണ് വേണമല്ലോ. എന്തൊക്കെയായിരുന്നു? പനങ്കൊല പോലുള്ള മുടിയുള്ള, കാലിൽ വെള്ളി കൊലുസിട്ട, കാതിൽ കിളുങ്ങുന്ന കമ്മലിട്ടൊരു ഗ്രാമീണ നോക്കിയെന്നോ ഇപ്പൊ കിട്ടും. എന്നോ ഒരു ബസ് സ്റ്റോപ്പിലെടുത്തിയെ കണ്ടെന്നും പറഞ്ഞ് ഇക്കണ്ട വീടെല്ലാം കയറിറങ്ങുന്ന മോനെ, നിനക്കെന്തോ പ്രശ്നമുണ്ട്. ആ സമ്മതിച്ച് നീ വെച്ചേ, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ മാഡം, അതാ വരുക. ഐശ്വര്യായം എന്താണൊരു കാറ്റൊക്കെ? ഐശ്വര്യ ഒരു നാടൻ പേരാണ്. ഫോണിൽ കേട്ടിട്ട് സൗണ്ടും കൊള്ളാം. ഈശ്വര, ഇനി ഇതായിരിക്കുമോ പെൺകുട്ടി? പേ ചെയ്തതല്ലേ? അതെ മാഡം. ശരി. എടാ പൊന്നിടാവെ, നീ ഇത് വിശ്വസിക്കേ, ഇതവളാ എവള്? എന്റെ കഥയിലെ നായിക. എടാ ബസ് സ്റ്റോപ്പിൽ 2 തവണ ഞാൻ കണ്ടു എന്ന് പറഞ്ഞേ, അവള്. എന്റെ പൊന്നളിയെ, നീ ആ പാടെ കണ്ടവിടെ മുടിയിടട്ടോ. അതും വെച്ചിട്ടാണ് നീ പണ്ടെങ്ങോ കണ്ടൊരു പെണ്ണായിട്ട് കമ്പയർ ചെയ്യണം. ഞങ്ങൾ സംവിധായകർ ഒടുക്കത്തെ ഒബ്സർവേഷൻ ഒരു വർഷം കണ്ട അതവിടെ നിൽക്കും. പിന്നെ എന്റെ കഥയിലെ നായികയ്ക്കും എന്റെ ജീവിതത്തിലെ പെണ്ണിനും ഒരേ ക്യാരക്ടേഴ്സ് ചെയ്തതുകൊണ്ട് പിന്നൊന്നും പറയണ്ടല്ലോ. തൽക്കാലം നിങ്ങൾ ഈ സംവിധായകർ ഇടിക്കട്ടെ. എൻ്റെ പൊന്നളിയ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ച് അത് കെട്ടിപ്പിടിച്ചിടുന്ന ഉടനെ സിനിമക്കാരാവുമെങ്കിൽ കൊച്ചിയിൽ ഒരുപാട് പിള്ളേർ ഇപ്പോൾ സിനിമക്കാരായതിന്. എടാ ഞാൻ ശ്രമിക്കാനായിട്ടാണോ? ഇവിടുന്ന് കിട്ടുന്ന കാശ് മൊത്തം പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടി പെട്രോളിച്ച് തീരുക. പിന്നെ ഞാൻ ചെയ്യണേ? നീ അത് വിട്. മറ്റേ പെണ്ണുകാരൻ പറ, വല്ലതും നടക്കോ? നടക്കും. കാരണം എന്താ വെച്ചാലേ, നമ്മുടെ കൊക്കാണ് ആ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവനെൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഡെലിവറി ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഡെലിവറിക്ക് ഞാൻ പോകും, അവളെ സെറ്റാക്കും. എല്ലാം നടന്ന ഓ ബ്ലഡി പിന്തിരിപ്പ് മൂരാച്ചി. എൻ്റെ അളിയ നിന്റെ കാര്യം കൊണ്ടാണ്. ആവാ ചപ്പാത്തി ചപ്പാത്തി. നമ്മുടെ ഭക്ഷണ രീതി മൊത്തത്തിലൊന്ന് മാറ്റണം. ഇവിടെ ഒരു യൂറോപ്യൻ ഭക്ഷ്യ സംവിധാനം കൊണ്ടുതന്നെ. കഴിഞ്ഞ മാസം എന്തെന്തി ചപ്പാത്തി യൂറോപ്യൻ വേണ്ടല്ലേ? നീ എന്താ ഇവിടെ? ഞാനൊരു ഫോൺ ഓടിക്കാൻ അറിയണം. നിനക്ക് എന്തിനാ ഫോൺ? എനിക്കില്ലടാ, അനിയനാ. അവൻ ഈ പ്രൊജക്റ്റ് ഇങ്ങനെ ആളുകളുണ്ടേ. ആണോ? വാ എന്നാവാ. ഓക്സിജൻ കൊള്ളാം. നമുക്കൊരു AC വാങ്ങിയാലേ? മിണ്ടാടില്ലടാ. FB അല്ലടാ, എന്തെങ്കിലോട്ടെ. അവിടെയാ. ഇതെവിടെ ഉണ്ട്? ഗുഡ് മോർണിംഗ് സർ. എന്തായിരുന്നു? അതെ, എനിക്കൊരു ഫോൺ വേണമായിരുന്നേ. ഓക്കെ സർ, എന്ത് ടൈപ്പ് ഫോണാണ് വേണ്ടേ? നമുക്കിവിടെ എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. ഈ ആപ്പിളിനൊക്കെ ഇപ്പം എന്താ വില? ആപ്പിളിന് 40 രൂപ. ഒന്നും മിണ്ടാണ്ടിരിക്കും. നമുക്കൊരു 30,000 താഴത്തുള്ള ഫോണാണ് വേണ്ടേ. ഇതാ സർ, സാർ പറഞ്ഞ് യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സർവീസ് ഒക്കെ എങ്ങനെയാണ്? നമുക്കിവിടെ എല്ലാ ബ്രാൻഡ്സിൻ്റെ സെയിൽസ് ആൻഡ് സർവീസ് അവൈലബിൾ ആണ്. അതുമാത്രമല്ല, ഓക്സിജൻ്റെ ഒരു മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാനും സാർ ഇതിൻ്റെ കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിനിടയിൽ സാറിൻ്റെ ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻസ് പറ്റിയാൽ, നിലത്ത് വീഴുകയോ വെള്ളത്തിൽ വീഴുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഫോൺ റീപ്ലേസ് ചെയ്യാൻ വരെ ഓപ്ഷൻ ഉണ്ട് സാർ. ഓക്കെ ബ്രോ, ഇത് പാക്ക് ചെയ്തോ. ഓക്കെ സർ. ഇവിടെ EMI ഒക്കെ ഉണ്ടാവോ? ഉണ്ട് സർ, നമുക്കിവിടെ എല്ലാ ബാങ്കിൻ്റെയും EMI സർവീസ് അവൈലബിൾ ആണ്. നിനക്ക് എന്തിനാണ് EMI? നമ്മ എന്തായാലും പൈസ കൊടുക്കണല്ലേ, പുള്ളിക്കാരനെ കൊണ്ട് കുറച്ച് പണി എടുപ്പിക്കാന്ന് വിചാരിച്ചു. നിങ്ങളുടെ എൻ്റെ ഐഡിയ. അയ്യോ പേടിക്കണ്ട സാർ, വാക്യൂം ക്ലീനർ ആണ്. നമുക്കിവിടെ ഹോം അപ്ലയൻസസും ഉണ്ട്. എനിക്ക് മനസ്സിലായി, ഞാൻ പക്ഷെ ഓർക്കല്ലേ. നല്ല സാധനം. ഓക്കെ, കാണാം. ഹലോ അളിയാ,
എന്താ പരിപാടി? തുണി അലക്കുക. നീ കാര്യം പറ. താൻ ചൂടാവാതെ കാര്യം പറഞ്ഞേക്ക്. കാര്യം പറ. അല്ല, എൻ്റെ അടുത്തൊരു പാക്കേജ് വന്നിട്ടുണ്ടായി. അല്ല, സാർ ഫ്രീ ആവുമെങ്കിൽ ഒന്ന് കൊടുക്കുമെന്ന് അറിയാനാ. എനിക്ക് വേറെ ഡെലിവറി ഉണ്ട്, നീ പോയി കൊടുത്താൽ മതി. എന്നാ ഓക്കെ. ഐശ്വര്യം എന്നാണ് പേര്. ശരിക്കും? അല്ല കുഴപ്പമില്ല, ഞാൻ തന്നെ കൊണ്ടേ കൊടുത്തോളാം. അളിയ നീ ഒരു കില്ലാടി തന്നെ. വേനെ വാങ്ങിച്ചിട്ട് പോടെ. കൊണ്ടേ കൊണ്ടേ കൊണ്ടേ. എങ്ങനെയുണ്ട്? നൈസല്ലേ? സണ്ണിക്കുട്ടാ. എടുത്തോണ്ട് പോടാ. ഓക്കേ. അപ്പോൾ all the best. തെണ്ടി കവള് പോയി. ഈശ്വര, നീയായിട്ട് കൊണ്ടുവന്ന അവസരം കഴിഞ്ഞ പോലെ തള്ളയൊന്നും കാണിക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു ക്ലിംസ് എങ്കിലും പിന്നെ ചേക്കണേ. റെഡി? കമ്മലെന്തി? ഓർഡർ ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടോ? ചിലപ്പോ അമ്മയ്ക്ക് ഓർഡർ ചെയ്യാൻ അറിയില്ല. പക്ഷെ പേര് കറക്റ്റ് ആണല്ലോ. ചേട്ടാ, പേര് കറക്റ്റാ, പക്ഷെ അഡ്രസ് ഇതല്ല. അയ്യോ, മാറിപ്പോയി. മാറിപ്പോയില്ലേ? സോറി കേട്ടോ. കുഴപ്പമില്ല. ശരിക്കും മാറിപ്പോയതാ. അതെ, കാത് പഴുത്തോണ്ട് ഊരി വെച്ചതാട്ടോ. അല്ല, കമ്മലേ കാത് പഴുത്തോണ്ട് ഊരി വെച്ചതാന്ന്. അളിയ എന്തായി? എന്താവാൻ? എടാ ഊളെ, നീ തന്ന അഡ്രസ് വേറെ ഐശ്വര്യാടാ. ഷോ. അയ്യോ, എന്നിട്ട്? എന്നിട്ടെന്ത്? ഞാൻ അറിയുന്നില്ലല്ലോ. പേര് കണ്ടപ്പോഴേ ഞാൻ കയറി ചെന്ന്. അടിപൊളി. പക്ഷേ ഒരു കാര്യം കൺഫേമാ, അതവളാ. അവളെന്നെ നോക്കി ചിരിച്ചടാ. ഒരു പോസിറ്റീവ് ചിരിയാടാ. എന്നെ ക്യൂട്ടാന്ന് ഇറങ്ങണം. എൻ്റെ മോനെ, അപ്പൊ ഇതിന്റെ ഇലവായിട്ട് അളിയാൻ തന്നെ ഇന്നത്തെ ഫുഡ് വെച്ചോ? എന്തായാലും ആദ്യമായിട്ട് ഇതിന്റെ മണ്ടത്തിനോട് ഒരു ഗുണം ഉണ്ടായല്ലോ. വല്ലോ നടന്നാ മതിയായിരുന്നു. പാക്കറ്റ് കൊണ്ടേ തിരിച്ചു കൊടുക്കണം. വൈകിട്ടാണ്. ബൈ. ആ, പുറപ്പെട്. ഓക്കെ. എന്താ മോനെ? സാർ ഐശ്വര്യം. ഐശ്വര്യാനല്ലേ? ഞാൻ ഗോപാലകൃഷ്ണൊക്കെ. ഞാൻ അവളുടെ അമ്മാവനാ. നീ ഏതാ? ചെറുക്കൻ്റെ കൂട്ടറാണോ? അല്ല സാറേ, ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ഇത് അവൾ തന്നെ മേടിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല സാർ മേടിക്കാം. ഇങ്ങനെ ഇതെന്നാ മോനെ വില? 16,000. 16,000? ഇത് വെച്ചോ, ഞാനേ മോളെ വിളിക്കാം. ജ്യൂസ് കൊള്ളാം. ഐശ്വര്യ മോൾക്കൊരു പാർസൽ വന്നായിരുന്നേ. അത് അവൾ തന്നെ മേടിക്കണമെന്ന് വലിയ നിർബന്ധമാണ്. കഴിച്ചില്ലല്ലോ. മോളെ വിളിച്ചേ. ഈ പെമ്പിള്ളേരെയൊക്കെ ഒന്ന് അണിയിച്ചൊരുക്കി ഇറക്കാനുള്ള പാടുണ്ടല്ലോ. അതിപ്പോൾ നമ്മളെ പോലെയാണോ? നമുക്കൊരു മുള്ളു ഷർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല പരിപാടി. അവർക്ക് സാരിയും വലിച്ചു ചുറ്റി കമ്മലും മാലയും വളയും ഒക്കെ ഇട്ട് അരമണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്നാലല്ലേ കാര്യം നടക്കും. ഞാനൊക്കെ എണീറ്റ 2 മിനിറ്റ് കുളിച്ചൊരുങ്ങി ഓഫീസിൽ ചെല്ലും. തിമ്പിള്ള ഇഷ്ടമാണ് നമുക്കിഷ്ടം. അങ്കിൾ, ലഡുവിന് നല്ല കട്ടിയാണ്. ലഡു അല്ല, പേപ്പർ വെയിറ്റാ. അവിടെ വെച്ചു. അതെ, മോളെ അവിടെ കാണുന്നില്ല. അവള് പിന്നെയും പോയോ? അവളെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ ശ്രീകളെ. എന്താ കൃഷ്ണേട്ടാ? ഇല്ലില്ല, ഒരു കുഴപ്പമില്ല. എന്താ
നിങ്ങൾ കാര്യം പറയും. അതെ, മോളെ ചെറുതായിട്ടൊന്നും കാണുന്നില്ല. നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ എവിടെയെങ്കിലും കാണും. കാണുന്നില്ലേ? ഇതെന്താ പൂച്ചക്കുട്ടി മറ്റാണോ കാണാതെ പോകാൻ? അല്ല, അവക്ക് ഇടയ്ക്ക് അങ്ങനെ പോകുന്നൊരു സ്വഭാവം ഉള്ളതാ. വലിയ ദൂരമൊന്നും പോകത്തില്ല, ഇവിടെ അടുത്ത് കാണും. സാബുവേ, മോൾക്ക് ഇങ്ങനെ ഒരു ഹോബിയുള്ള കാര്യം പറഞ്ഞില്ലല്ലോ. കൃഷ്ണേട്ടാ, അല്ല പേടിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കണ്ടേ. സ്ത്രീകളെ, നീ മോളെ നോക്കിയേ. ഞാനേ അവളെ ഒന്ന് നോക്കട്ടെ. മോളെ ഐഷു, മോളെ മോളെ. ഓ, ബാഗ്. പട്ടി പട്ടീന്നാ എന്റെ ഡെലിവറി മേടിച്ചില്ല, എന്നോട് പോസ്റ്റ് ആക്കി. ഇപ്പൊ എന്റെ വണ്ടി പൊട്ടിക്കണ്. ഇറങ്ങണ വണ്ടി. ഒന്നിൽ തനിക്ക് വണ്ടി തരണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് തന്നെ ഡ്രോപ്പ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത എല്ലാ ആൾക്കാരും വിളിച്ച് പറയും തന്നെ കിഡ്നാപ്പ് ചെയ്തതാന്ന്. അയ്യ, പിന്നെ കുളു മണാലി പോകുന്ന കുളത്തിലാണോ കിഡ്നാപ്പ് ചെയ്യണേ, അതും ബൈക്കേല്? ഒന്ന് പോടി അവിടുന്ന്. കൃഷ്ണേട്ടാ, മോളെ കിട്ടി. ആ ഡെലിവറി ചെയ്യാൻ വന്നവനല്ലേ അവൻ മോളെ കിഡ്നാപ്പ് ചെയ്താ. എവിടെ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു? കേറിടൂ. ഈശ്വരാ, ഏത് പാത്രത്തിലേക്കാണാവോ? എന്റെ കമ്മീഷനല്ലേ ആ പോണേ. സാബു, കണ്ടിട്ട് അവൾ അവനെ കിഡ്നാപ്പ് ചെയ്ത പോലെ ഉണ്ടല്ലോ. അതെ മേഡം, എന്താടോ? ഒരു കൗതുകം കൊണ്ട് ചോദിക്കാം, നമ്മളെങ്ങോട്ടാ പോണേ? താൻ ISIS എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു ഭീകരവാദ സംഘടനയല്ലേ? ആ, അതിന്റെ മീറ്റിങ്ങിന് പോവാ. ഞാൻ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഖജാൻജി. തമാശ. കാര്യമായിട്ട് പറഞ്ഞോ? താൻ കോടതി കയറിയിട്ടുണ്ടോ? ഇല്ല. പോലീസ് സ്റ്റേഷനോ? ഇല്ല. എന്നാലും ഇതൊരുമായി പെണ്ണ് കാണലായി പോയി. നീ ഒന്നടങ്ങട. ഞാൻ അടങ്ങൂല, എനിക്കിപ്പോ പെണ്ണ് കെട്ടണം. ഇപ്പോഴോ? ഇപ്പോഴല്ല, ഉടനെ. ആ, നമുക്ക് ശരിയാക്കാന്നേ. ഞാൻ ഓഫീസിൽ നിന്ന് ഇല്ലാത്ത ലീവ് എടുത്താ വന്നെ. രാഹുൽ സാറിന്റെ സെൻഡ് ഓഫ് പാർട്ടി ഉള്ളേ ചിക്കൻ ബിരിയാണിയാന്ന് കേട്ട്. ചിക്കൻ ബിരിയാണി. എന്റെ കുഞ്ഞെ, എനിക്കറിയാൻ മേല അഞ്ഞിട്ട് ചോദിക്കാം. നിനക്കൊന്നും കഴിക്കാനില്ലാത്തോണ്ടാണോ കല്യാണം കഴിക്കുന്നത്? അച്ഛാ, എന്നാലും ആ പെണ്ണ് പോയപ്പോ ഓക്കെ. കണ്ട ബ്രോക്കർമാരെ കൊണ്ടുപോയി ആലോചിക്കൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും. എടാ, അത് നമ്മുടെ സാബു അല്ലേ? അച്ഛന് കൂട്ടുകാരുള്ള സെന്റിമെന്റ്സ് ആണ് വരുന്നത്. അതതിന്റെ ഭാവിയാണ്. നിന്റെ ഭാവി അങ്ങനെയാണ്. ഇത് നോക്ക് നോക്ക്. എന്താടാ അച്ഛാ, ഇതാണ് കേരള മാട്രിമോണി. ആ, ഞാനത് കേട്ടിട്ടുണ്ട്. ഇവനങ്ങനെ കൊള്ളാവോടാ? നമുക്ക് പറ്റിയ കൂട്ടർ ഇവിടുന്ന് കിട്ടുമോ? കൊള്ളാവന്ന അച്ഛാ, കേരളത്തിലെ നമ്പർ 1 മാട്രിമോണിയാണ് കേരള മാട്രിമോണി. ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് 5 ലക്ഷത്തിലധികം പ്രൊഫൈലുകളുണ്ട് ഇതിൽ. കേരളത്തിൽ ലക്ഷക്കണക്കിന് കല്യാണം കേരള മാട്രിമോണി വഴിയാണ് നടന്നിരിക്കുന്നത്. എൻ്റെ ബോസിന്റെ കല്യാണമൊക്കെ കേരള മാട്രിമോണി വഴിയാണ് നടന്നേ. എനിക്ക് നല്ല അടിപൊളി പെൺപിള്ളേർ ഇതിനകത്ത് കിട്ടും. ഇത് കൊള്ളാലോടാ. നമ്മുടെ കുര്യാക്കോസിന്റെ മകളുടെ കല്യാണം നടന്നത് ഇത് വഴിയാണ്. പിന്നെ അല്ലാതെ. അച്ഛനത് പിടിച്ചേ, എന്നിട്ട് ഐശ്വര്യമായിട്ടൊരു കൊച്ചിനെ നോക്ക്. നമുക്ക് ഒറ്റ ഈ പോക്കി തന്നെ ഒരു പെണ്ണുകാലിനോട് നടത്താം. അച്ഛാ, എന്താടാ? എന്നാലും ആ പെണ്ണ് അവനെ കൊണ്ട് എങ്ങോട്ടായിരിക്കും പോയിരിക്കണേ? ഇറങ്ങിക്കോ. ശരി എന്നാ, താങ്ക് യു. ഡോ, താനോടൊന്നേ. താതെങ്ങോട്ടാ? അത് തന്നോട് പറഞ്ഞിട്ട് എന്തിനാ? ആഹാ, സത്യമായിട്ട് പേടിച്ചിട്ടാ.
വയ്യാത്തൊരമ്മയും റിട്ടയർഡ് ഒരു അച്ഛനും തല തെറിച്ചൊരു അനിയനുള്ളൊരു പ്രാരാബ്ധ കുടുംബമായിട്ടത്. ഇനി പോലീസിന് ഇടികൂടി മേടിക്കാൻ വയ്യാത്തോണ്ടാ. എടോ തന്നെ ആരും പിടിച്ചോണ്ടൊന്നും പോകത്തില്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാ. നീ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പോലീസിനോട് സംസാരിച്ചോളാം. താൻ പൊക്കോ. ഉള്ളതാണല്ലോ അല്ലേ? എടോ തന്നെ പിടിച്ച് പോലീസിന് കൊടുത്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ശരിയാണല്ലോ. അപ്പൊ ഓക്കെ. ആ എടോ എന്റെ ഫോണിൽ തന്നെ. എടോ എന്റെ ഡെലിവറി. ഓക്കെ അല്ലേ? ഓക്കെ. സാറേ പോയി. സാറേ സാറേ വിട്ട്. എന്താടാ ഐശ്വര്യ? ഡെലിവറി, കമ്മൽ, മാല, അവളുടെ ചിരി ഞങ്ങളെല്ലാം അറിഞ്ഞു വിനീതേ. നിങ്ങളോടൊക്കെ ആരാടാ പറഞ്ഞേ? ഞാനാ പറഞ്ഞു. എന്താടാ തെണ്ടി നിന്റെ കുഞ്ഞമ്മ എന്തോന്നാണ്? കിഡ്നാപ്പിംഗ് അകത്താവണ കേസാട്ടാ. അവള് പറഞ്ഞ കേട്ടിട്ട് വലിയ പ്രശ്നമില്ലെന്നാ തോന്നണേ. എടി ഇപ്പൊ പിള്ളേർ അങ്ങനെ പലതും പറയും. പക്ഷെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാണല്ലോ മച്ചാനെ നീ പെട്ട്. അങ്ങനെയാണ്. ഞാൻ മാത്രമല്ല നീയും പെടും. നിന്റെ ഡെലിവറിയാ ഞാൻ കൊടുത്തേ. നീ കൂട്ടുപ്രതിയാ. ആദ്യം നിന്റെ പണി പോവും, പിന്നെ നീ അകത്താവും. എന്തിനധികം പറയണേ? ഈ രതി സാർ വരെ കൊടുക്കും. ഓർഡർ മാറ്റി കൊടുത്തതിന്റെ പേരിലെ സാറാ മുന്നമതി സാറും കൊടുക്കും. പിന്നെ നോക്ക് കൂലിന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നോക്ക് പ്രതിന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. അതുവഴി മനസ്സിലായിക്കോളൂ. മോനെ വിനീത്, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളതാ. പെണ്ണ് പോലും കെട്ടിയിട്ടില്ല. പെണ്ണേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാലോ. ഞങ്ങൾക്ക് കിട്ടിയാണ്. നിനക്കല്ലേലും വേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഈ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അല്ല അതിവിടെ പറയേണ്ട ആവശ്യം ഒരു പിടുത്തൂല മോനെ. ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ. എന്റെ രതി സാറേ. നോ രതീഷേട്ടൻ. രതീഷേട്ടാ, ഞാൻ എൻ്റെ ഒരു മനസ്സമാനത്തിനാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ. ഇതിപ്പോ നിങ്ങളും കൂടി തുടങ്ങിയാലോ? നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. എനിക്ക് ഈ കീടത്തിന് വല്ല ഹിറ്റ് അടിച്ചു കൊല്ലണം. നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. സമാധാനങ്ങളായിട്ട് വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അതെ ചേട്ടാ, എന്താ മോനെ? അത് ഈ പാന്റ് ഇടുമ്പടി ട്രൗസറിന് സ്വഭാവം ഉണ്ടോ? ഞാൻ ബോക്സർ ഇടാറുണ്ട്. കുറച്ച് ദിവസത്തേക്ക് ഇടണമെന്ന് ഉറപ്പിക്കേണ്ടി വന്നതാ. പറയാൻ പറ്റില്ല എപ്പോഴും നമുക്ക് ആവശ്യം തന്നെ. പോട്ടെ, ഓക്കെ ബൈ. പോടാ. എന്താടാ അവിടെ? നീ പറഞ്ഞേട്ടെ പോലീസ് സ്റ്റേഷനിൽ കയറും നല്ലൊരു ഉറപ്പായി. ഞാൻ എന്തായാലും നീയുള്ള ട്രൗസർ വാങ്ങുമെന്ന് തീരുമാനിച്ചു. ചുമ്മാ ഉള്ള കാര്യം പറഞ്ഞാണ്. ഞാൻ എന്തായാലും ഉറപ്പ് മേടിക്കാൻ പോകുന്നു. കിറ്റെക്സ് എടി, ഈ അമേരിക്കയില്ലേ, എവിടെ ഈ അമേരിക്കയിലുള്ള പിള്ളേരുടെ ഡ്രസ്സ് ഉണ്ടാക്കണ ഇസെറ്റ് കാറ്റഗറി ഡ്രസ്സ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ് കിറ്റെക്സ്. അതേ കിറ്റെക്സിന്റെ പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം ഞാനും അമേരിക്കൻ പിള്ളേരൊക്കെ ഒരേ സ്റ്റാൻഡേർഡാ. ഞാൻ എന്തായാലും മേടിക്കാൻ പോവാ. ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കൂടെ പോരെ. ചായ എങ്കിൽ ചായ. താണല്ലോ. ഞാൻ പോവാ. സാറാണല്ലോ. ഞാക്കിത് എന്തിൻ്റെയാണ്? ഞായറാഴ്ച നിലക്കൂടി വരും. എന്ത് വള്ളിയാണല്ലോ. എടുക്കെടുക്ക് സാറേ. ആ മോനെ വിനീതേ, എവിടെയാണ് സാർ? ചായ അടിക്കാൻ അറിയാം. എന്താ സാറേ? ഒന്നുമില്ല. അതെ, നാളെ ഒരു സാധനം റിട്ടേൺ എടുക്കണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താണ് സാറേ? നാളെ എടുക്കേണ്ട കാര്യമല്ലേ? ഏയ് ഞാൻ പറയണ കേക്ക്. സാധനം റിട്ടേൺ എവിടെ നിന്നാണെന്ന് അറിയാവോ? ഇല്ല. ഐശ്വര്യായം, പനച്ചീൽ ഹൗസ്, അഡ്രസ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? സാറേ ഉള്ളതാണോ? ജീവിതം വെച്ച് ഞാൻ കോമഡി അടിക്കാറില്ല സാറേ. പ്രണയുടെ ഏരിയ അല്ലേ? അവൻ പോയെടുത്താ പോരെ? ഞാനൊന്നും പോകില്ല. പിന്നെ ഞാനെവിടെ പോകാനാണ്? പ്രണയെ, നീയല്ലേ കഴിഞ്ഞ ദിവസം കുറെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത്? അതുകൊണ്ടേ നീ തന്നെ പോയി പിക്ക് ചെയ്താൽ മതി. സാറേ ഒരുമാതിരി. ശരി മക്കളെ, നാളെ കാണാപ്പോ.
അളിയാ നീ ഇങ്ങോട്ട് വേടാ. ഞാൻ നിന്നെ അൻപനല്ലടാ, ചക്കരപ്പൻ ക്ഷീണിച്ച്. ഈയടാ നോക്കിയിരുന്നോണം, ഞാൻ വരത്തില്ല. വാടാ. നിന്നൊന്ന് സഹായിച്ചതിന്റെ പേരില്ല ഞാൻ ഇങ്ങനെ നിൽക്കണേ. വാടാ. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരത്തില്ല വരത്തില്ല വരത്തില്ല. എടാ എന്റെ കൈയും കാലും പറിച്ചിട്ടോടില്ല. പിന്നെ ഞാൻ അവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണല്ലോ. അതല്ലടാ, നീ പറഞ്ഞു വെച്ചിട്ട് ഈ കുടുംബക്കാർ സൈക്കോളാണ്. വല്ല വാത് കിടക്കും വല്ല വാക്കത്തെ വിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്റെ നീനും ആരണ്ടാ. എടാ നിന്ന് പിച്ചും മെയ് പറയാ ഓട്ടോ പോയി പിക്കിയടാ. ഡാ ഞാൻ പോയെല്ലാം കൂളൂ. നീ വിനയിച്ചട്ട സാധനം വാങ്ങിച്ചു. ഓ എടാ പോക്കണം കേട്ടവനെ, എന്റെ മോന്തല്ലേ അവർക്ക് പരിചയം. ഞാൻ പോയ അടുത്ത ഷോട്ട് പിന്നെ പോലീസ് സ്റ്റേഷനാ. നോക്കല്ലേ പ്രശ്നം. സൊല്യൂഷൻ മനുഷ്യൻ നിന്നെ തിരിച്ചറിയില്ല. സെറ്റാണ്. നീ എന്നെ കൊലക്ക് കൊടുക്കുവോ? ചെല്ലടാ. ഓ ഏത് സമയത്താണോ സാധനോടെ ചെല്ലടാ. നിനക്ക് വന്നിട്ട് തരാട്ടാ. ഈശ്വര അമ്മേ പണ്ടാറും. ചോര കൊന്നവന് അമ്മേ. അയ്യോ വിനിതേ. എടാ നീ പറഞ്ഞ സത്യോടാ, ഇവർക്ക് സൈക്കോസാ. കച്ചിയോ കുടുവോളോ എന്തൊക്കെയുണ്ട്. താങ്ക്സ്. അല്ല ബുദ്ധിമുട്ടുണ്ടാ മനസ്സിലായി. അത് പിന്നെ മോനെ ഞാൻ ചിക്കൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതാ കത്തിയായിട്ട്. അയ്യോ ആൻറ്റി അതെനിക്ക് ചോരേണ്ട തലറങ്ങും. അതെ അതെ, ഒരു കുടുംബം അങ്ങനെയാ. ഇവന്റെ അച്ഛനും അങ്ങനെയായിരുന്നു അല്ലടാ. താനോക്കെയല്ലേ? ഞാനൊക്കെയാ. സെറ്റാണ്. അല്ല താനന്ന് അവിടെ. ആ അതങ്ങനൊരു ജന്മ. ഓരോ സമയത്ത് ഓരോ തോന്നല. ചില സമയത്ത് ഇരുന്നിരിപ്പി കാണുകയല്ല, പെണ്ണിനെ തല്ലി വളർത്താത്തതിൻ്റെ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? അതിനമ്മ കത്തിയും കൊണ്ട് വന്നിട്ടില്ലേ? ഞാനെന്ത് ചെയ്യാനാ? അതൊന്നുമല്ല, നീ ഇവിടെ നീ കോപ്രായം കാണിച്ചതിന്റെ അല്ലാതൊന്നുമല്ല. അയ്യോ ആൻറ്റി അത് കുഴപ്പമില്ല ആൻറ്റി. നീ അല്ല പിന്നെ ആന്റി പറ. ആന്റി നല്ല തല്ലുള്ള ഇതൊക്കെ അങ്ങോട്ട് മാറിക്കോളും അല്ലടാ. ഡോഡോടോ ആ ഇയാളുടെ വാങ്ങിച്ചു കൂട്ടും. മാഡം ആ പ്രൊഡക്റ്റ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. ആ എനിക്ക് ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. മോന്റെ വീട് എവിടെയാ? എൻ്റെ വീട് ഓണക്കാടാ. അവിടെയല്ലേ നമ്മുടെ രഘുവിന്റെ ഭാര്യയുടെ വീട്? അത് ബോണക്കാട്, വേറെ സ്ഥലം. ഓ അത് ശരി. മിണ്ടോണ്ടിരുന്നൂടെ? ടാങ്കി മീനൊന്നുമില്ലേ? ടാങ്കോ? അതെ കൊറിയോടാ അത്. ഓ CBSE. അങ്ങള് പട്ടാളത്തിലായിരുന്നല്ലേ? ഞാൻ LIC-യിലായിരുന്നു. എന്താ? അല്ല പൊതുവെ എങ്ങനെയാണല്ലോ. ഓക്കെയാ. ഓക്കെ അപ്പൊ കാണാം. ഓ ഇല്ല ഇല്ല ശരി. രക്ഷപ്പെട്ട് പണ്ടാറോടെ മിണ്ടോണ്ട് വാടാ. അളിയ ഐ വാസ് റോങ്. ഇവള് മാത്രമല്ല, ഇവളുടെ പരമ്പര മൊത്തം സൈക്കോസാ. ഒന്ന് വായടിച്ചിരിക്കും നീ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ബൈ. Oh, sorry.
എന്തോന്നത് ട്രെയിനോ? അതൊരു കിളിപോയ കേസാന്നാ തോന്നുന്നേ. ടാറ്റു അടിക്കാൻ വന്നതാ. ഇപ്പൊ 4 തവണ കയറിറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ഓർഡർ പറയണ്ടവരുണ്ടല്ലോ. നല്ല കച്ചവടല്ലേ? ഐശ്വര്യ, താനെന്താ ഇവിടെ? എനിക്കിവിടെ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ഉണ്ടാവാറുണ്ട്. അല്ല, താനെന്താ ഇവിടെ? ഞാൻ ടാറ്റു അടിക്കാൻ വന്ന. എന്നിട്ട് അടിച്ചില്ലേ? അല്ല, ഇപ്പൊ ഭയങ്കര തിരക്കാം. മാഡം അകത്ത് ഫ്രീ ആണ് കേട്ടോ, കേറിക്കോ. ആണോ? അപ്പൊ ഞാൻ ഐശ്വര്യ, എനിക്കൊരു കാര്യം പറയണം. ഒന്ന് പുറത്തേക്ക് വരൂ. ഓക്കെ. പേടിയാണല്ലേ? മനസ്സിലായില്ലേ? റിസപ്ഷനിലാ കൊച്ചിട്ട് വരെ മനസ്സിലായി. എടോ, പേടിയാണ്. പിന്നെ എന്തിനാണ് ഈ പണിക്ക് പോണേ? അത് പിന്നെ അല്ല, താനോടെ പോവാ? അല്ല, ഞാൻ ആ മൂടിനങ്ങ് നടന്നത്. നടന്നു. എടോ, നമ്മുടെ ലൈഫിലെ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? നമുക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ള സ്വപ്നങ്ങൾ. അങ്ങനെ ഒരു സ്പെഷ്യൽ ഡ്രീമുണ്ട്. ആ ഡ്രീമിന്റെ പിക്ചറാണ് ആ ടാറ്റു. നല്ല ഡ്രീം. ബോധമില്ലാത്ത പറഞ്ഞ എന്നോണം പറയാം. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഞാൻ ശരിക്കും ഇവിടെ പെട്ടിരിക്കുകയായിരുന്നു. താവന്ന നന്നേ ഉള്ളൂ. അല്ല പിന്നെ എടോ, തനിക്ക് ഇത്ര പേടിയാണ് താൻ ടാറ്റു അടിക്കണേ? എടോ, അതിൻ്റെ ഒരു ഡ്രീമാ. എനിക്കെന്തോ ഈ ദേഹം എന്നുള്ള ഡ്രീമിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. ദേഹമൊക്കെ നോവും, പക്ഷെ ഒരു ആഴത്തിലേക്ക് കിടന്നോളൂ. ഇത്രയ്ക്ക് വിലോസം പേടിച്ചിട്ടാണോ ഇത്രയും പേടി? എടോ, അത് പിന്നെ തനിക്ക് ചോറ് കണ്ടാ പേടിയാവുന്നല്ലേ എനിക്ക് സൂചി കണ്ടാ പേടിയോ? അതെ, തന്റെ പേരെന്തായിരുന്നു? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. വിനീത്. അന്ന് പ്രണയ് പറഞ്ഞായിട്ട് ഓർമ്മയുണ്ട്. അവനെ ഓർമ്മയുണ്ടല്ലേ? അത് പിന്നെ ഒരു വെറൈറ്റി ക്യാരക്ടർ ആണല്ലോ. ആളിച്ചിരി മുറിവുണ്ടെന്നുള്ളൂ. ഭയങ്കര പാവാ. അല്ല, താനെങ്ങനെ വന്നേ? ഞാൻ ബസ്സിന്. വാടോ, ഞാൻ കൊണ്ടുവിടാം. ഇല്ല, ഞാൻ പൊക്കോളാം. എന്താടോ, ഭീഷണിപ്പെടുത്തിയാൽ മാത്രമേ താൻ വണ്ടി കയറുള്ളൂ? അല്ല, തനിക്ക് ഡെലിവറി ഒക്കെ അല്ലേ? എന്റേത് കഴിഞ്ഞു. ഇത് ലാസ്റ്റ് ആയിരുന്നു. അല്ലാതെ പിന്നെ തൻ്റെ അതേക്കാൻ എത്ര നേരം നിൽക്കുമോ? കോർപ്പറേറ്റ് മൈൻഡ് ആണല്ലോ. ജീവിച്ചു പോട്ടടോ, താൻ വാ. പെട്രോള് കഴിഞ്ഞ തോന്നണേ. അപ്പൊ ഇത്ര നേരം റിസർവിലായിരുന്നു കൊടുക്കുന്നത്? വിളിച്ചെടുത്ത് പോസ്റ്റ് തന്നല്ലേ? വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. എടോ, ഒന്ന് സഹായിക്കടോ. ഇനി ഇതേ എന്തോ ചില വണ്ടികൾ നമ്മൾ ഒറ്റയ്ക്ക് തള്ളണം. അത് ശരിയാ. മനസ്സിലായില്ല. എടോ, പണിയെടുക്കാതിരിക്കാൻ എന്തായാലും പറയണമല്ലോ. എന്തും മൈൻഡാടോ. കുട്ടി, ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം. വണ്ടി ഓടിക്കുന്നതിനേക്കാൾ ആദ്യം പറഞ്ഞിരിക്കേണ്ടത് വണ്ടി തള്ളാനാണ്. എടോ, അതിന് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിട്ട് വേണ്ടത് തള്ളാൻ പഠിക്കാൻ. അപ്പോൾ തനിക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ലേ? പിന്നെ താനെ വണ്ടി ഓടിക്കാൻ പഠിച്ചേ? എടോ, ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചത്. അവിടെ എന്തായിരുന്നു പരിപാടി? അവിടെ ഞാൻ ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ റിസൈൻ ചെയ്തു. ഇപ്പം ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം, ഓൺലൈൻ. അപ്പോൾ ഇന്ന് വർക്കില്ലായിരുന്നോ? എടോ, ഫ്രീലാൻസ് ആണല്ലോ, അപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ പണിയെടുത്താൽ മതി. കേട്ടിട്ട് എന്നെ കൊതിയാവുന്നു. എടോ, കേൾക്കാൻ സുഖമുണ്ടെങ്കിലും അത്ര സുഖമൊന്നുമില്ല, മടുപ്പാ. തനിക്ക് ജോലി ഇഷ്ടമല്ലേ? എടോ, ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. ഞാൻ ആനിമേഷൻ ഗ്രാഫിക്സാണ് പഠിച്ചത്. പക്ഷെ ഇവിടുത്തെ കുറേ ആൾക്കാർക്കില്ലേ, കുറേ ക്ലീഷേ അവിഞ്ഞ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അത് മാത്രം മതി. എനിക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ എന്താ തൻ്റെ പ്ലാൻ? എൻ്റെ പ്ലാൻ ഡിസ്നിയിൽ വർക്ക് ചെയ്യണം. ചെറിയ ആഗ്രഹമൊന്നുമല്ലല്ലോ. എടോ, സ്വപ്നം കാണുമ്പോഴെങ്കിലും കുറച്ച് വലുതായ സ്വപ്നം കാണും. വെറുതെ പറഞ്ഞാടോ. തൻ്റെ പ്ലാൻ എന്താ? യു മീൻ ഫ്യൂച്ചർ പ്ലാൻ? കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം. വിനീത് എംബരത് എന്ന് ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരണം. പിന്നെ ഇത് വീട്ടിലേക്കായിരുന്നു? അതൊക്കെ മനസ്സിലായി. നമുക്കിട്ട് കുട്ടിയാണല്ലേ.
അല്ലടോ, അലയിലിപ്പോൾ ബിടെക്കുകാർ മാത്രമേ പച്ച പിടിക്കണുള്ളൂ. കണ്ടില്ലേ, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, അജു വർഗീസ്, എല്ലാവരും ബിടെക്കുകാരായിരുന്നു. അതവർ ബിടെക്കാരൊന്നുമല്ല, അവരുള്ളിലെ സിനിമ ഉള്ളതുകൊണ്ടാ. പിന്നെ താനെന്തിനാ ഈ ഡെലിവറി ഒക്കെ ആയിട്ട് നടക്കുന്നത്? എടോ, പടവണാവുന്നത് പിടിച്ചേക്കണ്ടേ, അതിനു വേണ്ടി ഓട്ടം. ഓ, അല്ല അതെന്താ വല്ലാത്തൊരു എടോ എനിക്കൊന്ന് വിശക്കുന്നുണ്ടെന്ന് വേഗം തള്ളാവോ? അങ്ങനെയാണേ ഒന്ന് വണ്ടി തള്ളു. ഓ, എൻ്റെ അവസ്ഥ. ഇത് കിൻഡർ ജോയ് അല്ലേ? കിൻഡർ ജോയ്. അല്ല വീട്ടിൽ നിന്ന് വിളിയൊന്നും വന്നില്ലേ? അമ്മച്ചി 2 വട്ടം വിളിച്ചു. ഇന്ന് മിക്കവാറും നല്ല സുശേഷം കേൾക്കും. എന്നാ പിന്നെ ആഞ്ഞു തള്ളിക്കും. വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. എന്തിന് ലേറ്റ് ആക്കിയാനോ? അല്ല, ഡ്രോപ്പ് ചെയ്തേന്. ഓ അങ്ങനെ. ഓക്കെ, വെൽക്കം. ഓക്കെ, എന്നാ ശരി, കാണാം. കാണാം. ഞാൻ എടുക്കാണേ. അപ്പൊ അത് പോയി. കൊന്നില്ലേ? ഐശ്വര്യ, താനെന്താ അവിടെ? പ്രണയ്, നീ അവിടെ കിടന്നു? പോണ്ടേ സമയം എത്രയെന്ന് വെച്ചാ? എന്റെ ദൈവമേ, പണ്ടാറക്കാലം കൊല്ലു തന്നെ. എടുക്കെടുക്ക്. ഹലോ സാർ. അത് പിന്നെ സാർ, ടെക്സ്റ്റ് സൈസ് ഇനി കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് പോവും. ആ, കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. തത്തപ്പച്ചയോ? സാർ, അതിനേക്കാളും നമുക്കൊരു ഫ്ലൂറസൻ ഗ്രീൻ പിടിച്ചാലോ? ആകുമ്പോൾ കുറച്ചുകൂടെ എടുത്ത് നിൽക്കും. ഓക്കെ സാർ. അതൊരു തത്തപ്പച്ച. ഹലോ. ഹലോ, ഐശ്വര്യ അല്ലേ? അതെ മാഡം, ഒരു ഡെലിവറി ഉണ്ടായിരുന്നല്ലോ. വിനീതാണോ? അല്ല മാഡം, നന്ദു ആണ്. ഞാൻ ആ ലൊക്കേഷൻ ഒന്ന് ക്ലിയർ ആക്കാൻ വിളിച്ചതാണ്. ഈ പ്രിയ സ്റ്റോഴ്സിന് സൈഡിലൂടെ കിടക്കുന്ന വഴിയല്ലേ? അതെ, അവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് 4ാമത്തെ വീട്. ഓക്കെ മാഡം, എന്നാ ഒന്ന് വെളിയിലോട്ട് നിൽക്കാൻ പറ്റുമോ? ഞാനവിടെ അടുത്തൊരു ഡെലിവറി കൊടുത്ത് നിൽക്കുക. പോരാം. ഓക്കെ, ശരി. ദുഷ്ട, താനാണല്ലേ വിളിച്ചേ? ഞാനല്ലോ, നന്ദല്ലേ വിളിച്ചേ? സത്യാടോ, ഈ റൂട്ടെ അവന് കൊടുത്തേക്കുക. അവൻ തന്നെ വിളിച്ചേ. പിന്നെ രാവിലെ ഇത് കണ്ടപ്പോൾ ഞാനങ്ങ് നോക്കി. ഞാൻ തന്നെ ആലോചിച്ചേ ഉള്ളൂ. എന്താ താൻ കയറിയോ? ഒന്നും പറയണ്ട എൻ്റെ വിനീതേ, എൻ്റെ തല പുകഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഓരോരോ ക്ലയൻസേ ഭയങ്കര ശോകമാ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇന്നലത്തെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ചു. അത് വിറ്റായിരുന്നില്ലേ? അല്ല, ഇവിടെ എന്നും ഡെലിവറി ഉണ്ടല്ലോ. അല്ല, ഞാനൊരു ഇയർഫോൺ മേടിച്ചതായിരുന്നു. അന്ന് മൊബൈൽ മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴാണ് ഡെലിവർ ആവുന്നത്. 2000 അല്ലേ? ഓക്കെ, ഞാൻ
ആ അപ്പോൾ ശരിടോ, ഇറങ്ങിക്കോ, കാണാം. വിനീതേ, നിങ്ങളുടെ ലൈഫ് ഭയങ്കര കഷ്ടമല്ലേ? നല്ല പണിയാടോ. ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഒരു ഹെൽപ്പ് ആയിരുന്നല്ലേ? അതെന്തിനാ? അല്ല, ഡെലിവറിക്ക്. ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ഞാനും കൂടെ വരാം ഹെൽപ്പ് ചെയ്യാൻ. എങ്ങോട്ട്? ഡെലിവറിക്ക് തന്നെ സഹായിക്കാൻ. താൻ എന്തുവാടേ പറയണേ? തന്നെ കൊണ്ടുപോകാനോ? ആവൊന്നും പറ്റത്തില്ല. എടോ വിനീത്, ഞാനിവിടെ പ്രാന്ത് പിടിച്ച് പണ്ടറടങ്ങിയിരിക്കുവാ. എടോ താനിത് എന്താ പറയണേ? അതൊന്നും നടക്കണ കേസല്ല. എന്താ പറ്റാത്ത? അതല്ലടോ, ഞങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാനും പറ്റത്തില്ല. കസ്റ്റമേഴ്സ് ആരെ റിപ്പോർട്ട് ചെയ്ത സീനാണ്. ഞാൻ ഒരു ശല്യം ഉണ്ടാക്കായിരുന്നോളാം. ഒന്നാമതേ സ്ഥലമില്ല ഈ ബാഗ് കാരണം. അതിനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? ഞാൻ ബാക്കിയിരുന്ന് ബാഗ് പിടിച്ചോളാം, ഇന്നലത്തെ പോലെ. ഓ, പ്ലാനൊക്കെ സെറ്റ് ആയിട്ടിരിക്കുവോ അല്ലേ? ഇനി ഡെലിവറി കൊടുക്കണമെന്ന് പറയൂ പ്ലീസ് വിനീത്. എടോ, ഒറ്റ പ്രാവശ്യം മാത്രം, ഇനി ചോദിക്കരുത്. ഇല്ല. വാ. ഓക്കെ, ഇപ്പം വരാം. കനവുകളാകെ നിറയുന്നേ മനമേ, ഇതുവരെയില്ല നിഴലായെന്നരികെ. കനവുകളാകെ നിറയുന്നേ മനമേ, ഇതുവരെയില്ല നിഴലായെന്നരികെ. വഴിയോരങ്ങളെ പാടുന്നിത് രാവിന്റെ ഈണങ്ങളെ, ഉയരോളങ്ങളെ ഉൾകുന്നൊരാ കാറ്റിന്റെ കാലൊച്ചൊലി. ഗേൾഫ്രണ്ട് ഒന്നുമല്ല, ഫ്രണ്ടാ. ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് കഥ പറയാനേ അപ്പോയിൻമെൻ്റ് ആവശ്യത്തിന് വിളിച്ചതാ. അതൊക്കെ എൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നല്ലേ? പിന്നെ ഇപ്പം ഇത് 10ാമത്തെ പ്രൊഡ്യൂസർ അടുത്താ കഥ പറയണേ. തനിക്ക് വന്നിട്ടിട്ട് പോകാൻ തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ തോന്നിയിട്ടുണ്ട്. വീട്ടുകാരുടെ പരാതി, കൂട്ടുകാരുടെ കളിയാക്കൽ, അങ്ങനെ 100 കാരണങ്ങളുണ്ട് അപ്പുറത്ത്. പക്ഷേ സ്വപ്നങ്ങൾക്ക് വേണ്ടിയല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. അതില്ലേ പിന്നെന്താ. ഒന്ന് സ്വപ്നം കാണാൻ പോലും പേടിക്കുന്ന ആളുകൾക്കിടയിൽ താനൊന്ന് ഡിസ്നിയിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്ത റെസ്പെക്റ്റാണോ തോന്നി. എല്ലാം നടക്കണോ, എൻ്റെ സിനിമയും തൻ്റെ ഡിസ്നിയും ഒക്കെ നടക്കും. ഒരു കടല മേടിച്ചാലോ? ആ. ഓക്കെ.
എടോ ആ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. പേഴ്സണലാണോ പറയണ്ട? പേഴ്സണലാണെങ്കിൽ പറയില്ല. എടോ ബിൽഡപ്പ് ഇടാതെ ചോദിക്കടോ. എടോ തൻ്റെ ഫാമിലി സെറ്റപ്പേ എനിക്ക് കത്തുന്നില്ല. അമ്മയും അമ്മാവനും അതെന്തങ്ങനെ? അത് ഒരു ചെറിയ ഫ്ലാഷ് ബാക്കാ. വലിയ കഥയാ, വേണമെങ്കിൽ ഒന്ന് ഷോർട്ടാക്കി പറ. അച്ഛനും അമ്മയും ലവ് മാരേജ് ആയിരുന്നു. രണ്ടുപേരും വേറെ കാസ്റ്റായിരുന്നു. സ്വാഭാവികമായിട്ട് ഇഷ്യൂസ് ഉണ്ടായി, ഫാമിലീസ് തമ്മിൽ പ്രോബ്ലംസ്. അച്ഛൻ്റെ ഫാമിലി അത്ര റിച്ച് ഒന്നും അല്ലായിരുന്നു. അമ്മയുടെ ഫാമിലി നേരെ മറിച്ച് ഭയങ്കര റിച്ച്. അപ്പോൾ അച്ഛന് ഭയങ്കര വാശിയായിരുന്നു. അമ്മേനെ നല്ലോണം നോക്കണം, ഒരുപാട് കാശ് ഉണ്ടാക്കണം എന്നൊക്കെ. ആ സമയത്ത് ഇവിടുന്ന് ഒരുപാട് പേര് ഹൈ റേഞ്ചിൽ പോയി കൃഷിയൊക്കെ ചെയ്യുന്ന സമയമാണ്. അച്ഛനും പോയി കൃഷിയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കി. അമ്മയുടെ ആഗ്രഹം പോലെ ഹിൽ ടോപ്പിൽ നല്ലൊരു വീടൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് അച്ഛനെ പിടിച്ച് ഷെയർ മാർക്കറ്റ് ഇടുന്നത്. അത് ഒരിടയ്ക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നെ സംഭവം പൊളിഞ്ഞു. കിട്ടിയ കാശുകൊണ്ട് അച്ഛൻ്റെ ഫ്രണ്ട് രക്ഷപ്പെട്ടു. അച്ഛനൊരു അറ്റാക്ക് കൊണ്ടുകയും ചെയ്തു. അമ്മ ഒറ്റയ്ക്കായി. ഞാൻ അമ്മയുടെ തൊഴുത്തു. അങ്ങനൊരു ദിവസമാണ് മാമൻ വരുന്നത്. എൻ്റെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പം ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ തന്നെ. പാവം ഞങ്ങൾ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കൊന്നും കല്യാണം പോലും കഴിക്കാൻ പറ്റിയില്ല. അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ എന്തിനാ ടാറ്റു എന്നൊക്കെ. ഇതാണ്. അധികമൊന്നും തിരിച്ചു പഠിക്കാൻ പറ്റിയില്ലല്ലോ. ആ വീട് അതെനിക്ക് വേണം. എന്നിട്ട് അമ്മയുടെ കൈയും പിടിച്ച് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റണം. ആ പിക്ചറാണ് ആ ടാറ്റു. ഇതാണ് കഥ. ഞാനധികം പറഞ്ഞ് ലാഗാക്കിയോ? അല്ല, ഡയറക്ടർ സാറിന്റെ കഥയൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, വീട്ടിലെ കേസൊക്കെ എനിക്കറിയാം. അതല്ലാതെ പ്രണയോട് നടന്നിട്ട് തനിക്ക് റിലേഷൻഷിപ്പ് ഒന്നുമില്ലേ? ഇല്ലെന്നാ ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. ഈ അളിയന് കുറേ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടേ. ഈ കാതിൽ കമ്മലൊക്കെ ഇട്ട് കൊലസൊക്കെ ഇട്ട് കിടക്കണം, നീളം മുടിയൊക്കെ ഉള്ള നാടൻ പെൺകുട്ടി. അങ്ങനെ ഒരു സുന്ദരി കുട്ടിയെ കൺകുട്ടിയായിരുന്നു. അങ്ങനെ അന്നത്തെ കുറേ മാറിപ്പോയപ്പോഴാ ആക്ച്വലി നിങ്ങൾ തമ്മിൽ ആദ്യം കാണുന്നത് അല്ലടാ. താൻ എന്നോട് ഇതുവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവൻ പറയൂല. ഇവൻ ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. എടാ അന്നത്തെ കഴിഞ്ഞിട്ട് നീ എന്തെങ്കിലും പറ്റി ആലോചിച്ചിട്ടുണ്ടോ? താല്പര്യമായിട്ടല്ലോ. ഡെലിവറി വല്ലതും ഉണ്ടെങ്കിലല്ലേ അങ്ങനെ കയറി ചെല്ലാൻ പറ്റുള്ളൂ. അതിന് നീ കൊക്കിനെ വിളിച്ച് ചോദിച്ചോ ഡെലിവറി വല്ലതും ഉണ്ടോന്ന്? അതന്നെ. ഇല്ല. എന്നാ ഞാൻ ചോദിച്ചു. എനിക്കുള്ള ഉത്തരവാദിത്തം പോലും പട്ടിക്കില്ല, അറിയോ? നല്ലതല്ലോ. നീ ഇങ്ങനെ നിന്നോ കേട്ടാ. ഒരു മിനിറ്റ്. പാടാ റൂമില്. ആണോ? ഞാൻ വിളിക്കാം. ആരാണ്? കൊക്ക. അവനെന്താ പറഞ്ഞേ? എന്നാ ഐശ്വര്യക്കൊരു പാഴ്സൽ ഉണ്ടായി. ഡെലിവറിക്ക് പോകാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ അന്വേഷിച്ചെന്നാ പറഞ്ഞേ. ശരിയും കുട്ടി വിനീതിനെ അന്വേഷിച്ചെന്ന് പറയുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ടാവും. പക്ഷെ പ്രണയ് പറഞ്ഞു വെച്ച് നോക്കുമ്പോഴും അവളുടെ ചിരിയൊക്കെ വെച്ച് നോക്കുമ്പോൾ സംഭവം നമ്മൾ ഉദ്ദേശിച്ചതാവാനാ ചാൻസ് ഇല്ലേ? അതാണ്. എന്നാലും എനിക്കെന്തൊരു ടെൻഷൻ പോലെ. ഇവനിത് കുളമാക്കും. അതിന് പേടിക്കാനൊന്നുമില്ല. താൻ നേരെ സാധനം കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു, ആസ് യൂഷ്വൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നു. സംഭവം അവൾ നമ്മുടെ റൂട്ടാണെങ്കിൽ അവളുടെ പെരുമാറ്റത്തൊന്ന് മനസ്സിലാവും. അങ്ങനെ ആണെങ്കിൽ അപ്പൊ തന്നെ നീ അവളുടെ നമ്പറാ. താൻ പേടിക്കാതെടോ. എന്നാൽ എനിക്കെന്തോ ഒരു വൈക്ലഭ്യം പോലെ. അത് നീ രാവിലെ പോയിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഒന്ന് പോരാടുന്നു. പിന്നെ അപ്പോൾ ഇനി അധികം ലേറ്റ് ആക്കണ്ട. നേരെ കൊക്കിനങ്ങോട്ട് ചെല്ലുന്നു, സാധനം വാങ്ങുന്നു, അവളുടെ വീട്ടിലേക്ക് പോകുന്നു. എന്താണ് തൻ്റെ മുതൽ സന്തോഷമില്ലാതെ? ഇതിപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കൂടി പോവല്ലോ. അല്ല, ഞാൻ കുറച്ച് വർക്ക് പ്രഷറിലായിരുന്നു, അതാ. താൻ പോയിക്കോ. ഓൾ ദ ബെസ്റ്റ്. ചേട്ടനിപ്പോൾ വേറെ റൂട്ടാണോ? കുറച്ച് നാൾ ഓടി കഴിഞ്ഞാൽ ഞങ്ങളെ സ്ഥലം മാറ്റും. ഓ,
അതാ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാത്തല്ലേ? 730 എൻ്റെ ലിക്വിഡ് ഇല്ല, ഞാൻ ഗൂഗിൾ പേ ചെയ്തോട്ടെ. ചേട്ടൻ്റെ നമ്പർ. അവള് കൊള്ളാം കേട്ടോ. എന്ത് എത്ര സിമ്പിളായിട്ട് അവള് നിന്റെ നമ്പർ മേടിച്ചേ. എടാ അത് അവളുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ലാത്തോണ്ടാണെങ്കിലോ. നീ പൊട്ടനാണോ? അയ്യോ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അല്ല, നമ്മളായിട്ട് അപ്രോച്ച് ചെയ്തല്ലോ. നമ്പർ കിട്ടാൻ വേണ്ടി ചോദിച്ചാണെങ്കിൽ അവൾ എന്തായാലും വിളിക്കും. വിളിക്കായിരിക്കില്ലേ? എൻ്റെ ഫോൺ എന്തേ? അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. ഞാനിപ്പോ വരാം. താനെന്തിനാ ഇപ്പൊ ടെൻഷൻ അടിക്കുന്നു? അല്ല, ഫുൾ പോസിറ്റീവ് സൈൻസ് ആണല്ലോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് തോന്നണേ. എന്താടാ ഹായ് റിപ്ലൈ കൊടു. എന്താ കൊടുക്കുക? ഒരു ചായ കടി വാങ്ങിച്ചെടുത്തല്ലേ. വിനീത്, ഞാനെന്നാ ഇറങ്ങുവാ. എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. താൻ പോവാണോ? ആ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? കുഴപ്പമില്ല, ഞാൻ തന്നെ പോയിക്കോളാം. ഓക്കെ ബൈ. ശരി. ഹലോ, താനെവിടാ? നേരം വെളുക്കുന്നതിന് മുന്നേ വിളിച്ചിട്ട് എവിടാണ്? എണീറ്റില്ല ഇതുവരെ? താനൊന്ന് എണീറ്റോളൂ. കാര്യം പറയാം. എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ലോട്ടറി അടിച്ചോ? ഏറെക്കുറെ 2 ലോട്ടറി ഒരുമിച്ചടിച്ച്. ഇന്ന് വൈകിട്ട് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പ്രപ്പോസ് ചെയ്താലോ? എന്താ 2ാമത്തെ ലോട്ടറി? തനിക്കെന്നോട് ഫീൽ ചെയ്യാത്ത? ഓക്കെ. ഇതെന്താ സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ട്? 2ാമത്തെ സർപ്രൈസ് പൊളിഞ്ഞു. എന്താ? എടോ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ എൻ്റെ കഥയുടെ കാര്യം? ഞാൻ അതിൻ്റെ വള്ളേനെ ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് പറഞ്ഞു. പുള്ളിക്കത് ഭീകരമായി വർക്കായി. പുള്ളി നാളെ രാവിലെ എന്നോട് ഫുൾ സ്ക്രിപ്റ്റായിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലതല്ലേ? പക്ഷേ എനിക്കൊരു ടെൻഷൻ. കുറേ നാളായി സ്ക്രിപ്റ്റ് എടുത്ത് വായിച്ചിട്ട്. താനൊരു കാര്യം ചെയ്യ്, ഒരു ട്രയൽ പറഞ്ഞു നോക്കിയിട്ട് പോയി നോക്ക്. ഇനി പ്രണയൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. എന്നാ താനൊരു കാര്യം ചെയ്യ്, എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ താനാണ് എൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. ഓക്കെ. അപ്പോൾ നമ്മുടെ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. കനവറിയാതെ മെഴിയോരം നിറയും നിലവേ, മനമറിയാതെ തീരമേ, മൊഴിയറിയാതെ അകമാകെ നിറയും ശ്രുതിയിൽ അനുരാഗം നീ മൂളവേ, അറിയാതെ നെഞ്ചിൽ നീ പെയ്തൊഴിയാതെ കണിയായൻ കണ്ണിൽ പൂക്കുന്നേ, കുന്നോളം മോഹം താനെ മഞ്ഞായി പെയ്യുന്നേ, നീയാണെന്നാരോ കാവിൽ മൂളവേ, ഇനിയും നാം തമ്മിൽ തമ്മിൽ പിരിയാനായി വയ്യാതെ ഉയിരിൽ ഞാൻ നിന്നെ തേടും നേരമേ. അവിടെയാണ് നമ്മുടെ പടത്തിന്റെ ക്ലൈമാക്സ്. ഇത് കൊള്ളാലോടോ. അത് പിന്നെ ഞാൻ എഴുതിയ കഥയല്ലേ? മതി മതി. പിന്നെ ആകെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയ ആ ഒരു പ്രപ്പോസൽ ചെയ്യുന്നില്ലേ, അത് വർക്കൗട്ട് ആവാത്ത പോലെ. എടോ, അത് പടത്തിൽ വരുമ്പോൾ ഓക്കെ ആയിരിക്കും. താണേക്ക് എങ്ങോട്ടേക്ക്? ഞാൻ അഭിനയിച്ച് കാണിക്കാം. വാടോ, എണീക്ക് വാ. ഓക്കെ.
ഓക്കെ. കണ്ടു ഞാൻ മിഴികളിൽ അറിയാതീരം നിൻമുഖം ഐശ്വര്യ. ഇപ്പൊ എങ്ങനെയുണ്ട്? സാധനം വർക്കൗട്ടായില്ലേ? അതാ ഞാൻ പറഞ്ഞേ. ആരെ വിളിച്ചത്? ഐശ്വര്യ വിളിച്ചേ. നമുക്ക് പോയാലോ? എടോ, ശരിയാവായിരിക്കില്ലേ? എന്ത്? അല്ല, ഞാൻ പ്രപ്പോസ് ചെയ്താൽ ശരിയാവുമെന്നേ. ഐ ലവ് യൊന്നും സെറ്റാവില്ലെന്നേ. ഞാനേ ഇൻഡയറക്റ്റ് ആയിട്ടേ പ്രപ്പോസ് ചെയ്താലോ എന്ന് ആലോചിക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാവുമോ? വിനീതേ, നമ്മളൊരാളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെയും തിരിച്ച് ആഗ്രഹിക്കണം. എങ്കിലത് സെറ്റാവോ? അങ്ങനെ നമ്മളെയും കൂടെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഒരു നോട്ടം മതി അവർക്കത് മനസ്സിലാവാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കാലം മുഴുവൻ കൂടെ ഉണ്ടായാലും അവർക്കത് മനസ്സിലായെന്ന് വരില്ല. അപ്പം തന്നെ ധൈര്യമായിട്ട് പോയി പ്രപ്പോസ് ചെയ്യാം. ഓക്കെ, ശരി, ഞാൻ പോവാം. എന്താടോ ഒരു പൊട്ടലും ചേറ്റലും ഒക്കെ? ഞാനാ ഡോർ അടച്ചത്. ഓ, ഇതിനു മുമ്പ് നീ ഡോർ അടച്ചിട്ടുണ്ടല്ലോ. അന്നൊന്നും ഇത്രയും പൊട്ടലുണ്ടായിരുന്നില്ലല്ലോ. എന്ത് പറ്റി മോളെ നിനക്ക്? കിച്ചയ്ക്ക് ഇങ്ങനെ മനസ്സിലായി ഞാൻ ഓക്കെ അല്ലെന്ന്. വർഷം എത്രയും ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട്. നിന്റെ നടത്തത്തിൻ്റെ ഒരു താളം മാറി എനിക്കറിയാം. ഓ, നീ കാര്യം പറ. കിച്ച, ഞാനിങ്ങനെ ഇതാണ് എൻ്റെ ക്യാരക്ടർ. അതിപ്പോൾ ലോകത്തൊന്നിനും വേണ്ടിയിട്ട് ഞാൻ മാറ്റാൻ റെഡി അല്ല. നീ മാറ്റണ്ടെന്നേ. നിന്നോട് ആരാ മാറ്റണമെന്ന് പറഞ്ഞേ? അങ്ങനെയല്ല, ചില ആഗ്രഹങ്ങൾ ഞാനിങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കിട്ടാതെ വരുമ്പോൾ ഒരു വിഷമം, അത്രേ ഉള്ളൂ. എന്താ കാരണം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം.
മോളെ നിൻ്റെ ആഗ്രഹം എന്താണോ അത് നിന്നെ കൂടെ ആഗ്രഹിക്കണം. അപ്പോഴേ അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. തൽക്കാലം ഈ ഗോപാലകൃഷ്ണൻ. അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ അവന് നിന്നെ ഇഷ്ടമാണെങ്കിൽ അവൻ വരും, ഇല്ല അവനോട് പോകാൻ പറയടി. ആരെയും ഫോഴ്സ് ചെയ്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മോളെ ഞാൻ നിന്റെ അമ്മാവനാ. ഒരു ഇച്ചിരി ഉരുട്ടുബുദ്ധി എനിക്കും കാണും. എന്ത് മനുഷ്യനാണോ നീ ആലോചിക്ക്. നിന്നോട് പറയേണ്ട ആവശ്യമില്ല, എങ്കിലും കിച്ചായുടെ സന്തോഷത്തിന് വേണ്ടി പറയുക. മോളെ നീ അടിപൊളിയാ. നീ ഇങ്ങനെ ഇരിക്കാനാ നിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് താഴെ നല്ല അയില ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ വന്ന് കഴിക്കാൻ നോക്ക്. ചുമ്മാ എനിക്ക് വിശക്കുന്നു. വാ ഞാൻ വരാം. ഹായ്, സോറിടോ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഏയ് അത് കുഴപ്പമില്ല, കുറച്ചു നേരമായിട്ടുള്ളൂ. എന്ത് പറ്റി? ബ്ലോക്ക് ആയിരുന്നോ? അല്ല, ഞാൻ ഐശ്വര്യന് ഡ്രോപ്പ് ചെയ്യണ്ടായിരുന്നേ, അതാ. ഓ, ഐശ്വ ഉണ്ടായിരുന്നോ കൂടെ? എന്നാ ആളെ കൊണ്ടുവരായിരുന്നില്ലേ? എനിക്കും കേട്ടുപരിചയമല്ലേ ഉള്ളൂ. ഓ, അത് ശരിയായിരുന്നല്ലോ. നിങ്ങൾ എങ്ങനെ പരിചയം? ക്ലാസ്മേറ്റ്സാ? അല്ല, ആ കഥ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഇല്ല. അയ്യോ, ഇത് ഭയങ്കര രസമാ. അന്ന് ഐശ്വര്യക്ക് ഓർഡർ വന്നിട്ട് മാറിപ്പോയില്ലേ, അതിന്റെ ഒറിജിനൽ ഐശ്വര്യാണ് ഈ യേശു. അന്ന് ഞാൻ ചെല്ലുമ്പോൾ കക്ഷിയുടെ പെണ്ണുകൾ നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വീടിൻ്റെ അകത്ത് ഭയങ്കര ബഹളം. നോക്കുമ്പോൾ പെണ്ണിനെ കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ പെണ്ണതാ ഒരു കയറെ തൂങ്ങി താഴോട്ട് ഇറങ്ങി വരിക. പുറത്തുനിന്നുള്ളവരൊക്കെ നോക്കുമ്പോൾ ഭയങ്കര തല്ലുകൊളുത്തൊക്കെയാണ്. പക്ഷെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെയും കൂടെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഒരു നോട്ടം മതി അവർക്കത് മനസ്സിലാവാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കാലം മുഴുവൻ കൂടെ ഉണ്ടായാലും അവർക്കത് മനസ്സിലായെന്ന് വരില്ല. ഐശ്വര്യ, ഞാനൊരു കാര്യം പറയാൻ വന്നു. പക്ഷേ വന്ന സ്ഥലം മാറിപ്പോയി. ഞാൻ പൊക്കോട്ടെ? അശു, അശു, താനതെന്ത് കാണിക്കും? മതിലേറെ നോക്കിയതാ, പക്ഷേ ഭയങ്കര പാടാ. പ്രപ്പോസ് ചെയ്യാൻ പറ്റി പ്രാന്തായോ? ആ വാതിലും തുറക്കാൻ പറ്റുമോ? ഇവിടെ ഭയങ്കര തന്നെയല്ല. ഞാൻ വരാം. ഹായ്. കേറ്. എന്തേ കുളമാക്കിയോ? എന്താ ചെയ്യുന്നു? അപ്പം സെറ്റായോ? എടോ, ഞാൻ ഓർത്തുകൊണ്ടിരുന്നേ എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് പെണ്ണെ കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയിരിക്കുന്നു. പക്ഷേ ഞാൻ ഒട്ടും ഹാപ്പി ആയിരുന്നല്ലോ. അതൊക്കെ സമയത്തുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കിട്ടണമെന്ന് ആഗ്രഹിച്ചെന്തോ പെട്ടെന്ന് കിട്ടിയപ്പോൾ ത്രില്ല് അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആഗ്രഹിച്ചതും എന്നെ ആഗ്രഹിച്ചതും എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയിടും. താനോട് എങ്ങനെ നോക്കണേ? ഞാനൊരു പൊട്ടനാടോ? താനൊരു പൊട്ടൻ തന്നെയാ. അങ്ങനെ പറയരുത്. പിന്നല്ലാതെ ഇത്രയും നാൾ താൻ എൻ്റെ കൂടെ നടന്നിട്ട് ഇപ്പോഴാണോ തനിക്ക് ബോധം വരുന്നത്? അവൻ്റെ ഒരു നീളം മുടിയും
കമ്മലും. ഒരു മിനിമം ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവുമല്ലോ. എടോ തനിക്കൊരു ക്ലൂ ഒന്നുകൂടായിരുന്നു. അതെ, ഞാനിനി ഒരു ക്ലൂവും 4 ഓപ്ഷനും 3 ലൈഫ് ലൈനും ഒക്കെ തരാം. എടോ താനെന്താ ചൂടാവണേ? ദേഷ്യമുള്ളോണ്ട്. എടോ താൻ വല്ല ഷാരൂഖ് ഖാനായിട്ടോ അതോ എനിക്ക് വേറെ ആളെ കിട്ടാൻ തോടോ ഒന്നും അല്ല. എപ്പോഴും തൻ്റെ കൂടെ നടന്നപ്പോൾ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിപ്പോയി. അതെന്റെ തെറ്റാ. അതിനെന്താ ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? ഓക്കെ ആയില്ല. ഇന്ന് ഐശ്വര്യനെ കാണാൻ പോകുന്നതിന് മുന്നേ താൻ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെ നോക്കിയേനെ. പക്ഷെ ഇനി നടക്കില്ല വിനീതേ. താൻ പൊക്കോ. എടോ സോറിടോ, ഐശ്വര്യ വന്നുകൊണ്ടൊന്നുമല്ല. ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോഴും ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ കാര്യം. പക്ഷേ ഞാനത് റിയലൈസ് ചെയ്യാൻ ഒരുപാട് വൈകിപ്പോയിടും. ഒന്ന് ക്ഷമിച്ചൂടെ? ഇല്ല വിനീതേ, ഇത് സെറ്റാവില്ല. താൻ പൊക്കോ. ഒന്ന് നിന്നേ. ഞാൻ പറഞ്ഞോടൻ താനങ്ങ് പോവോ? അപ്പം അത്രേ ഉള്ളൂ. താനെന്താ വിചാരിച്ച എന്നെ ഇത്രയും വിഷമിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ വന്ന് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു? കുറച്ചൊക്കെ താനും വിഷമിക്കും. കരയാണോ? പൊക്കോ. ശരിയാവില്ല. കോണിയോ? ഞാൻ വന്നപ്പോഴായിരുന്നല്ലോ. അതെ, നല്ല തന്നല്ല, വെറുതെ മൂക്കടിച്ച് വീഴാൻ നിൽക്കണ്ട. അതെന്താണത്? അമ്മാവനാ, പുള്ളിക്കെല്ലാം അറിയാം. ഞാനിനി എങ്ങനെ അമ്മാൻ്റെ മുഖത്ത് നോക്കും? അതെ, കുറച്ച് അളിയുന്നതേ ആരോഗ്യത്തിന് നല്ലതാണ്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പിന്നെ പോയാ പോരെ? എന്താ ഉദ്ദേശം? എണിയൊന്നുമില്ലേ? ആ ഇറങ്ങിക്കേ. എന്ത് പിന്നെ പോയാ പോരെ? ആ പിന്നെ പോണ്ട. പിന്നെ പോണ്ട. അതെ, പിന്നെ പോ.